കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയതായ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു, സകല കഷ്ടതയിൽ നിന്നും എന്നെ വിടുവിച്ചു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വന്നു? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും എനിക്ക് ലഭിക്കപ്പെട്ടു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല, നിന്നെ കാക്കുന്നവൻ വൈകുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ, ദൈവം ചെയ്ത തന്റെ വിശുദ്ധന്മാരെ, വേർതിരിക്കപ്പെട്ട തന്റെ ഭക്തന്മാരെ, അവർക്ക് നേരിട്ടതായിരിക്കുന്ന കഷ്ടതകൾ, അവർക്ക് നേരിട്ടതായിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ, അവർക്ക് നേരിട്ടതായിരിക്കുന്ന ചില കണ്ണുനീരിന്റെ അവസ്ഥകൾ, ഇതൊക്കെയും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതായിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തേക്കൊന്ന് കടന്നു വരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്റെ പിന്നിൽ കേട്ടതായിരിക്കുന്ന ശബ്ദം എന്തെന്നറിയുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി. അഗ്നിജാല കണ്ണുള്ളവൻ മറത്ത് പൊൻകച്ച കെട്ടി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 വിളക്കിന്റെ നടുവിൽ നിലയെങ്കി ധരിച്ച് കാലുകൾ വെള്ളോട്ടിന് സദൃശമായിരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു. ഈ കണ്ട മാത്രയിൽ ഞാൻ ഭയപ്പെട്ട് ഞാൻ ബോധരഹിതനായി വീണു. പെട്ടെന്ന് എന്റെ വിലാപ്പുറത്ത് തട്ടി, എണീക്കുക, ഞാൻ മരിച്ചവനായിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായിരിക്കുന്ന കാര്യങ്ങളെ നിനക്ക് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. അത് മറനീക്കി കാണിക്കാൻ പോവുകയാണ്. മറഞ്ഞു കിടക്കുന്നതാണ്. അത് നിനക്ക് ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ കഷ്ടതയേർന്ന ഈ ദ്വീപിൽ, ഈ പത്മോസ് എന്ന ദ്വീപിൽ, അറിവില്ലാത്ത ഇടത്ത്, മൃഗങ്ങൾ മാത്രമുള്ള ഇടത്ത്, പാമ്പുകളും തേളുകളും നിറഞ്ഞ സ്ഥലത്ത്, തലയോട്ടികളുടെ എണ്ണം വർദ്ധിച്ച നടുവിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എങ്കിൽ എന്റേതായിരിക്കുന്ന ലക്ഷ്യം ചിലതൊക്കെ നിനക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ചിലതൊക്കെ നിന്നോട് പറയാൻ വേണ്ടിയുള്ളതാണ്. ചിലതൊക്കെ ഞാൻ നിന്നെ കാണിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, നിരാശകളുണ്ടാകാം, സങ്കടങ്ങളും വ്യഥകളും ഉണ്ടാകാം. എന്നാൽ വിടിവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. സ്നേഹം തരുന്ന ഒരു ദൈവമുണ്ട്. പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന സ്നേഹത്തിന്റെ മുൻപിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മെ സമർപ്പിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാകുമ്പോൾ എന്തിന് ഭാരപ്പെടുന്നു? ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മോട് അറിയുവാനുണ്ട്. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അവരൊക്കെ ഈ കഷ്ടതകളുടെ നടുവിൽ ദൈവം വഴി തുറക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ദൈവം ചില വാതിലുകൾ അവർക്കായി തുറക്കപ്പെട്ടതായിട്ട് കണ്ടു. അവർ പോയതായിരിക്കുന്ന വഴികൾ അതിശ്രേഷ്ഠമായിട്ട് കണ്ടു. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ, ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ടെന്ന് പറയുന്നത് പോലെ, ഈ കഷ്ടതയുടെ നടുവിൽ നിന്നും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, കേബാർ നദിയുടെ തീരത്തിരുന്ന് കഴിഞ്ഞതായിരിക്കുന്ന ഹിസ്കീയാവ് വളരെ നിരാശനും ദുഃഖിതനും അതിവേദനയുടെ നൊമ്പരങ്ങളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിച്ചതായിരിക്കുന്ന ഒരു മധ്യവയസ്കനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കേബാർ നദിയുടെ തീരത്തിരുന്ന് കരയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് തന്റെ മുൻപിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ മുറിക്കുള്ളിൽ നമ്മൾ വേദനയോടെ ഇരിക്കുമ്പോൾ, ഭാരത്തോടെ ഇരിക്കുമ്പോൾ, പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ, സങ്കടത്തോടെ ഇരിക്കുമ്പോൾ, സാമ്പത്തികമായ അവസ്ഥയിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, വീടിന്റെ അവസ്ഥകളിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് വ്യാകുലതയോടുകൂടെ ഇരിക്കുന്നു എങ്കിൽ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട്. ആ ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. നീ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന് സമീപത്ത് ദൈവമുണ്ട്. അതുകൊണ്ടാണ് കോരഹിന്റെ മക്കൾ പറഞ്ഞത്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ എത്ര വലുതാണെന്ന് നമ്മൾ അനുഭവിച്ചവരാണ്, നമ്മൾ അറിഞ്ഞവരാണ്. നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് തിരിഞ്ഞ് ഒരു അല്പം പുറകോട്ടൊന്ന് നോക്കിയാൽ വന്നതായിരിക്കുന്ന വഴികൾ എത്ര ദുർഘടങ്ങളുള്ളതായിരുന്നു, എത്ര പ്രയാസമുള്ളതായിരുന്നു, എത്ര പ്രതികൂലങ്ങളായിരുന്നു, ഒറ്റപ്പെട്ട അവസ്ഥകളായിരുന്നു, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിലായിരുന്നു, നിന്ദിച്ചവരുടെ നടുവിലായിരുന്നു, നിന്ദിച്ചതായിരിക്കുന്ന വീട്ടുകാരുടെ നടുവിലായിരുന്നു. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അതിന്റെ മധ്യത്തിൽ പറിച്ചു നട്ട് നമ്മെ വളരുമാറാക്കിയിരിക്കുന്നു. നമ്മെ അവൻ വളരുമാറാക്കിയിരിക്കുന്നു, ഉയർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ എനിക്കിന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതേ നമ്മുടെ ഭവനത്തിന്റെ ആവശ്യങ്ങളാകാം, ജോലി സംബന്ധിച്ചാകാം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകാം. വളരെ വ്യാകുലതയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വേളകളിൽ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ യഹോവയുടെ പാദപീഠത്തിൽ വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ യെശയ്യാവ് വളരെ വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും കടന്നുപോയ ഒരവസ്ഥയുണ്ട്. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ താഴ്വരയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലാണ് ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ താൻ ഉയർന്നും പൊങ്ങിയിരിക്കുന്നതായ ഒരു കാഴ്ച കാണുവാൻ, ദൈവത്തിന്റെ ദർശനം കാണുവാൻ ഇടയായിട്ടുണ്ട്. അവിടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ദൈവികമായ ദർശനങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ അത് കഷ്ടതയുടെ നടുവിലാണ് നമുക്ക് കിട്ടുക, വേദനയുടെ നടുവിലാണത് ലഭിക്കുക, നൊമ്പരത്തിന്റെ നടുവിലാണത് പ്രായോഗികമായിട്ട് നമുക്കത് കാണാൻ കഴിയുക. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്, നമുക്ക് സന്തോഷവും ആനന്ദവും പ്രാപിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസും ശിലാസും രണ്ട് ദൈവദാസന്മാർ ഒരിക്കൽ റോമാ ഗവൺമെന്റ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കൈകളെല്ലാം ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു, രണ്ട് കാലുകളും ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു. ഇനിയും മുൻപോട്ട് പോകുവാൻ കഴിയില്ല. നാളത്തെ പ്രഭാതം അത് മരണത്തിൻ്റെതായിരിക്കുന്ന പ്രഭാതമായി മാറുകയാണ്. അവര് വളരെ ദണ്ഡനമേറ്റവരാണ്, മാനസികമായി പീഡിക്കപ്പെട്ടവരാണ്. ഇരുൾ നിറഞ്ഞതായിരിക്കുന്ന അറയ്ക്കുള്ളിൽ അവർ കിടക്കുമ്പോൾ അവർക്ക് വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അവരെ കാക്കുന്നതായിരിക്കുന്ന കാവൽക്കാർ നിൽക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. അവർ കഷ്ടതയുടെ നടുവിലും ഭാരത്തിന്റെ നടുവിലും ഒറ്റപ്പെട്ട പൗലോസ് ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. അവരെടുത്ത തീരുമാനത്തിന്റെ മുൻപിൽ പതറിപ്പോകാതെ, അവർ കണ്ടതായിരിക്കുന്ന കാഴ്ചയിൽ നിന്നും പിന്മാറിപ്പോകാതെ, അവർ അവർ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് കാഴ്ചപ്പാട് പ്രാപിച്ചിട്ട് ആ ദൈവികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവരെ ശക്തീകരിച്ചു. അവർ പാടി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അവർ ആത്മാവിൽ നിറഞ്ഞു. ആത്മനിറവോടുകൂടെ നിൽക്കുമ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്, കാലിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്. അവര് സ്വതന്ത്രമായി അവരതിനകത്ത് കടന്നുകൊണ്ട് പാട്ടുപാടാൻ തുടങ്ങി. അവർ ആത്മാവിൽ നിറയാൻ തുടങ്ങി, ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി, ആത്മനിറവിൽ സന്തോഷിക്കാൻ തുടങ്ങി.
അപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി ഒരു ഭൂകമ്പമുണ്ടായെന്ന്, വലിയൊരു നടുക്കമുണ്ടായി. ഭൂമി കിടകിടാന്നാടി, വാതിലിൽ തുറക്കപ്പെട്ടു. കാരാഗ്രഹ പ്രമാണി അകത്തേക്ക് നോക്കിയപ്പോൾ രണ്ടുപേര് കെട്ടഴിഞ്ഞു നിൽക്കുന്നു. ആരാണ് കെട്ടഴിച്ചത്? പ്രൈസ് ദി ലോർഡ്. അവർ കെട്ടഴിഞ്ഞവരായി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ കാരാഗ്രഹ പ്രമാണി സ്വയം കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ, അയ്യോ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എന്താണ് പറഞ്ഞെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കും. യേശുവിലുള്ള രക്ഷ, നിത്യജീവനിലേക്കുള്ള രക്ഷ, ഭവനത്തിന്റെ രക്ഷ, മാനസികവും ശാരീരികമായ രക്ഷ അവൻ നിന്നെ അണയിക്കും. പൗലോസും ശീലാസും സ്വതന്ത്രരായി. അങ്ങനെ കാരാഗ്രഹ പ്രമാണി വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിന്റെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു ബന്ധനം അഴിയുമ്പോൾ മറ്റ് പല ബന്ധനങ്ങളും അഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഭവനത്തിന്റെ ബന്ധനങ്ങളോ ശരീരത്തിന്റെ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നിൽ കേട്ട ശബ്ദം എന്നറിയാൻ തിരിഞ്ഞു നോക്കി യേശുവിനെ കണ്ടു. കാണണം. കഷ്ടതയുടെ നടുവിൽ നമ്മൾ കാണുന്നവരാകണം, ജീവിക്കുന്നവരാകണം. ആ ദർശനത്തോടെ മുൻപോട്ട് കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കണം. വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ഒരു സ്വദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായിട്ട് അനേക പ്രിയപ്പെട്ട ഒരു കുടുംബമായി താമസിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ പഠനത്തിനായി കടന്നു പോയിരിക്കുന്നു. അനേകർ ജോലിക്കായി കടന്നു പോയിരിക്കുന്നു. ഈ ദിവസങ്ങളിലായി ബിസിനസ് നടത്തുന്ന അനേക പ്രിയപ്പെട്ടവരെ, പല മേഖലയിലൂടെ കടന്നു പോകുന്നവരെ, അവരെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.